രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് തലേന്നത്തെ കുറച്ച് കൊഴിയാള മീൻകറി ഇരിപ്പുണ്ടായിരുന്നു. അതും ചൂടാക്കി കുറച്ച് ക്യാരറ്റും ബീൻസും സവാളയും തേങ്ങ ചേർത്തൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോയി. ഇന്ന് ഏട്ടന് ലീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പീലി അമ്മയുടെ താക്കിയിട്ട് ഏട്ടനെയും കൂട്ടി നേരെ അഞ്ചാലമൂട് പോകണം, CKP ചന്തയിൽ കയറണം, മീൻ വാങ്ങിക്കണം. അത്രേ ഉള്ളൂ. ഏട്ടൻ കൂടെ ഉണ്ടെങ്കിൽ, അതായത് വണ്ടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കടകളിലൊക്കെ കയറി കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റും. അല്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ തുഴഞ്ഞു ഓരോ കടകളിലും കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരുമ്പോഴത്തേക്ക് ഒരു യുഗം പിടിക്കും. അങ്ങനെ മീനും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് ഏട്ടനെ സോപ്പിട്ട് ഐസ് പോട്ടി കയറി ഐസ് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ വിളിച്ചത് അമ്മയ്ക്ക് എവിടെയോ പോകണം, പെട്ടെന്ന് തിരിച്ചു വരണമെന്ന്. പിന്നെ കുറച്ച് ഐസ് പാഴ്സലും വാങ്ങി വീട്ടിൽ വന്ന് പീലിയെ വിളിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ധന്യയിലോട്ട് പോയി. പീലിക്കാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഐറ്റംസും കൊട്ടയിൽ വാരിയിടാൻ നല്ല ഇഷ്ടമാണ്. സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറച്ചധികം താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ മീനും പച്ചക്കറികളെല്ലാം പാത്രങ്ങളിലാക്കി ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റിയിട്ട് ചൂട് സഹിക്കവയ്യാതെ കുറച്ച് ജ്യൂസും ഉണ്ടാക്കി കുടിച്ചു. പിന്നെ കുറച്ച് താമസിച്ചിട്ടാണ് ഞങ്ങൾ ചോറ് കഴിച്ചത്. അപ്പോൾ ഓക്കെ, ബൈ.